ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്ധ്യാസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പിന്നെ ഈ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്നത് കൊണ്ട് തന്നെ പുറത്തൊന്നും പോയി വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. വരുമ്പോൾ തന്നെ 4:45 ആവും. പിന്നെ ചേച്ചി വന്നു, വീഡിയോ എടുത്ത് തരുന്ന ചേച്ചി വന്നു. ഞാൻ റെഡി കഴിച്ചൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു നേരമാവും. നമുക്ക് ഒരിടം പോവാനോ ഒന്നും കാണിക്കാനോ പറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ വീടിൻ്റെ അകത്ത് എൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇന്നലെന്ന് വെച്ചാൽ അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 2 വരെ ഇട്ടു. അതുതന്നെ 2 വീഡിയോസ് ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ അതിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്, എനിക്ക് ചേരുന്നു എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഇലക്ട്രോണിക് വീൽ ചെയർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇടയ്ക്ക് വെച്ചൊന്ന് ചീത്തയായിപ്പോയി. അതുപോലെ നമ്മുടെ നമ്മളിവിടെ കടൽ സൈഡല്ലേ, അപ്പം അങ്ങനെ അവിടെ ആകുമ്പം ഈ പെട്ടെന്ന് ചീത്തയാവും. ഈ ബാറ്ററി മറ്റേ ഈ ഉപ്പ് രസമൊക്കെ അടിക്കുമ്പം ബാറ്ററി പെട്ടെന്ന് ചീത്തയാവും. അങ്ങനെ എനിക്ക് ആദ്യം ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ചീത്തയായി പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ കൊണ്ടാണ് രണ്ടാമതൊരെണ്ണം കിട്ടിയത്. അപ്പോൾ അതും ചീത്തയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരാളെ ഇങ്ങനെ വിളിച്ച് നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ശരിയാക്കി തന്നു. അപ്പോൾ ഓടുന്നുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഓടുന്നുണ്ട്, വർക്കാവുന്നുണ്ട്. ഞാൻ പുറത്തൊന്നും ഓട്ടിച്ച് നോക്കിയില്ല എങ്ങനെയാണെന്ന്. ഇനി ഒരു കുഴപ്പമില്ലാതെ പോയാൽ മതി. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥന. കാര്യം നമുക്ക് അതുണ്ടെങ്കിൽ ഈ മറ്റേ വീൽ ചെയർ തള്ളാനോ അങ്ങനെ ആരെയും വിളിക്കണ്ട കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും എനിക്ക് പോവാം. അങ്ങനെ ആ ഒരു സന്തോഷമുണ്ട്. ഓട്ടിച്ച് നോക്കി, പക്ഷെ പുറത്തൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അകത്ത് നമ്മുടെ ഈ ഹാളിന്റെ ഈ സൈഡിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഓട്ടിച്ച് നോക്കി. പിന്നെ എന്താവും നോക്കട്ടെ, നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പൊ ഞാൻ ഈ തുണികളൊക്കെ കിടക്കുന്നത് എന്താണെന്നല്ലേ വിചാരിക്കുന്നത് നിങ്ങൾ. ഈ സ്കൂള് വിട്ട് വരുമ്പം ഡ്രസ്സ് നോക്കും. ഡ്രസ്സ് അമ്മ എടുത്ത് ഒരു സൈഡ് വെച്ചിരിക്കുമെങ്കിലും വെച്ചിരിക്കുന്ന ഡ്രസ്സിനെ എടുത്ത് കൂട്ടി കുഴച്ചിട്ട് എല്ലാം കൂടി അവിടെ വലിച്ചു വാരി ഇട്ടിട്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്തോണ്ട് ഞാനൊന്ന് മടക്കിയൊക്കെ വെക്കാന്ന് തന്നെ എടുത്തിട്ട് വന്നു. പിന്നെ അതിന്റെ കൂടെ എന്റെ കുറച്ച് വിശേഷങ്ങളും പറഞ്ഞ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടല്ലോ, ഈ ഡ്രസ്സ് എടുക്കാൻ എനിക്കൊക്കെ എടുത്തു തരുമ്പം ഇരിക്കുന്നത് വേറെ സ്ഥലമായിരിക്കും. പക്ഷെ അവള് പോയി മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് കൂട്ടി കുഴച്ചൊക്കെ ഇടും. ഞാൻ മടക്കട്ടെ. എന്റെയും അമ്മേനെയും പിന്നെ ഇവളുടെ ഡ്രസ്സ് തന്നെ കൂടുതലും, ബാക്കിയൊക്കെ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, എനിക്ക് സഹായിക്കുകയാണ് കേട്ടോ. നമ്മളെ എപ്പോഴും ഉള്ളൊരു പണിയാണ് സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ തുണി ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടുന്നത്. അപ്പൊ അത് എനിക്കും പാട്, അമ്മയ്ക്കും പാട്. ഡ്രസ്സൊക്കെ കട്ടില്ലാന്ന് എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. സ്കൂളിൽ ചുമ്മാ അല്ലേ വേദന എടുക്കണം. എന്നെ സഹായിക്കും കേട്ടോ ഇവർ രണ്ടുപേരും. ഇതാണ് വീഡിയോ എടുത്തു തരുന്ന ചേച്ചിയുടെ മക്കള്. അപ്പൊ ഇവരും വന്ന് സഹായിക്കും. ചേച്ചിയുടെ അനിയത്തിന്റെ മക്കളുണ്ട് കേട്ടോ. അതില് ഒരാള് ഇത്തിരി ചെറിയ ഒരു 1.5 വയസ്സ് വരില്ല, 1.25 ആവും. പിന്നെ മൂത്ത, അതായത് എന്റെ അടുത്ത് എപ്പോഴും ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പലപ്പോഴും വന്നിട്ടുള്ള അപ്പൊ
എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നെ ഭയങ്കര ഹെൽപ്പാണ്. ഞാൻ എന്തെങ്കിലും വരച്ചോണ്ടൊക്കെ ഇരിക്കുമ്പം എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ എന്ത് ചെയ്യണ് എന്നൊക്കെ വന്ന് നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇവരൊക്കെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വന്നിരിക്കും. പിന്നെ ഇവക്കാണ് മണി. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം അതെന്താണെങ്കിലും അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ് ഞാനും. പിന്നെ പലതും എനിക്കൊന്ന് ഒരിത്തിരി സ്പീഡ് കുറവാണ് എന്ത് ചെയ്യുമ്പോഴും. അപ്പം എന്നെ വലിയ ഇരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കണ്ട് അങ്ങനൊന്നും വലുതായിട്ട് ഇപ്പൊ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം തന്നെ അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കുക, അതൊക്കെ തന്നെയാണ്. ഇതാ തുണി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും കൂടി ആയപ്പോൾ പെട്ടെന്ന് തീർന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണങ്ങി. ഇപ്പം ഈ മഴയുടെ സമയമൊക്കെ ആകുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ തുണി കഴുകാനൊക്കെ കഴുകിയാലും അത് പെട്ടെന്ന് ഉണങ്ങത്തില്ല. അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ അനിയത്തിയുടെ മുടിയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു, അത് കെട്ടിക്കൊടുക്കാം. ഇവളുടെ മുടിയെന്ന് വെച്ചാൽ നമ്മൾ എത്ര എണ്ണയൊക്കെ തേച്ചാലും പക്ഷെ ഈ മുടിയിൽ അറിയൂല, അങ്ങനത്തെ ഒരു മുടിയാണ്. ആരും കോതി കൊടുക്കണ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ അവക്ക് മുടി പിരിച്ചിടാനാണ് ഭയങ്കര ഇഷ്ടം. അതാണ് ഇങ്ങനെ കെട്ടാൻ വേണ്ടി ഇങ്ങനെ പിരിച്ചിടുമ്പോ ഇതാണ്. അത് വിളിച്ചതിന്റെ ഒരു ദേഷ്യം. ഇങ്ങോട്ട് തിരി. മുടി കെട്ടുവോ? കെട്ട്. അല്ലല്ലോ, നില്ല എല്ലാം മുടി. എടുത്തു. നില്ല അതെ, ഈ സ്ലൈഡൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. ഇങ്ങനെ വാരി കെട്ടുന്നത് പറ്റത്തില്ല. അപ്പോൾ അത് അവള് തന്നെ ചെയ്യും. പിന്നെ കൂടുതലും എനിക്കും അവള് തന്നെ ചെയ്തു തരണത്. പിന്നെ എന്താ പറയണേ, ഹെൽപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ സ്വഭാവം
അതാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ വരത്തില്ല. ഇടയ്ക്ക് നമ്മളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ വരുന്നതാണ്, അല്ലാതെ വരില്ല. വീട്ടുപടിക്കൽ വന്ന ആരെയും അവർ നിരാശപ്പെടുത്തിയിരുന്നില്ല. അവർക്ക് ആഹാരവും വസ്ത്രവും അഭയവും നൽകാൻ അവർ മറന്നിരുന്നില്ല. ആ നന്മ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ആരാണ് അങ്ങനെയൊക്കെ ചെയ്തത്? ഇതീ നോക്കരുത്, അത് ഇതീ കണ്ടിട്ടല്ലേ. ശരി ശരി. ഇതാ ഇത് പദ്യം ഉണ്ടാ? എത്രാമത്തെ പാഠം? പദ്യം. അത് പോണം. കവിത കവിത. വേറെ സംഭാഷണമല്ലേ ഇത്? ഇങ്ങോട്ട് ഞാൻ നോക്കാം. ഇതാ കയ്യെ കടിക്കണം. അപ്പം ഇത്രയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാലോ ബുദ്ധിമുട്ടുകളാണ്. നമുക്ക് പുറത്ത് പോയി ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ശനി ഞായറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം എടുക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്ക് വെച്ചൊക്കെ ഇടുന്നത്. അപ്പം എന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതായിരിക്കും ബായ് വിടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പം ബൈ.